बोलो प्रभु यीशु मसीह की जय. പ്രഭു ക്രിസ്തു മഹാരാജ് की ജയ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് തമിഴ്നാട്ടിലെ കമ്പത്തിനടുത്ത് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നു. ഇവിടെ ഒരു തെങ്ങന്തോട്ടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ദീർഘവർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ ദാസന് ദൈവം കൊടുത്ത ഒരാലോചനയാണ്, ഞാൻ നിന്നെ തമിഴ്നാട്ടിൽ ഉപയോഗിക്കും, തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് വർക്കുകൾ ഉണ്ടാകുമെന്നുള്ള ഒരു ആലോചന. കുമളി വഴി കമ്പം, തേനി ഈ റൂട്ടുകൾ പരിശുദ്ധാത്മാവ് അന്ന് ഓർപ്പിച്ചപ്പോൾ ഇങ്ങനെയും നടക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണെന്ന് ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞങ്ങളത് മനസ്സിലാക്കുന്നു. ദൈവം അനുഗ്രഹിച്ച് ഉസ്ലാംപെട്ടിയിലും അതുപോലെ ചിന്നമണ്ണൂരും ബോഡി നായ്ക്കനൂർ എന്നീ പറയുന്ന 3 സ്ഥലങ്ങളിൽ ദൈവം രഹബോത്ത് വർഷിപ്പ് സെൻ്ററിന് സ്ഥലങ്ങൾ തരികയും അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും ദൈവം സഹായിച്ചു. ഞങ്ങൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നത് വളരെ പെട്ടെന്നുള്ള യാത്രയായിരുന്നു. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ നിയോഗത്തോടു കൂടി പറഞ്ഞു നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകണം. അതിന് പ്രകാരം ഞങ്ങൾ ചർച്ചിലെ കുറച്ച് യങ്സ്റ്റേഴ്സുമായി ഇന്ന് തമിഴ്നാട്ടിലേക്കുള്ള യാത്രയിലാണ്. അതിനിടയ്ക്ക് വെച്ചാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നത് ബോഡി നായ്ക്കിനോടുള്ള നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മനു, അദ്ദേഹം കുടുംബമായി അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. സമത്വപുരം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഗ്രാമത്തിനകത്ത് ഒരാലയം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെ ഒരു ആരാധന നടക്കുന്നു. ആ സഭയിലേക്ക് കടന്നു പോകാനും അവിടെ അദ്ദേഹത്തെയും ആ സഭയും അനുഗ്രഹിക്കാനും വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് കടന്നു പോകുന്നത്. ഞങ്ങളുടെ യാത്ര ഭയങ്കര അനുഗ്രഹമാണ്. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന യാത്രയാണ്. ഞങ്ങളിവിടെ സംസാരിച്ചതെല്ലാം ദൈവത്തിൻ്റെ വചനവും മിഷനെ പറ്റിയൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊരു ടൂറല്ല, ഇതൊരു മിഷൻ ട്രിപ്പാണ്. അതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുകയാണ്. ഈ വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഒരു മിഷനകത്തുള്ളവരാണ്. എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങളുടെ ആരാധനകളിൽ ഞങ്ങൾ കേൾക്കുന്നത് കർത്താവിൻ്റെ വേല 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 എന്നുള്ളതാണ്. അപ്പോസ്തലനാകുന്ന പൗലോസും ഉൾപ്രദേശങ്ങളിൽ കൂടി പോയിരുന്നൊരു വാക്യം ബൈബിളിലുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിപ്പാൻ ദൈവം ഈ കാലയളവിൽ ഞങ്ങൾക്കൊരു ദർശനം നൽകിയിട്ടുണ്ട്. അതിന് പ്രകാരം ഒത്തിരി ഗ്രാമങ്ങളിൽ പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഈ പകൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. കാരണം ഇതിവിടെ നിൽക്കുന്ന പലരും പല ജോലിയിലുള്ളവരാണ്, ജോലിയോടുകൂടി കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്. എന്നാൽ അതെല്ലാം മാറ്റിവെച്ച് ഇന്ന് ഈ ഒരു ദിവസം വേലയോട് ബന്ധപ്പെട്ട് ഗ്രാമങ്ങളിൽ പോകാൻ ഞങ്ങൾ തിരഞ്ഞെടുത്തു. അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു സമയമാണ്. കാരണം കർത്താവിൻ്റെ വേലയോളം മഹത്വമുള്ള വേറൊരു കാര്യം ഈ ഭൂമിയിൽ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും ഈ വേലകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു വാക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കർത്താവിൻ്റെ ദാസൻ സുഭാഷ്, അദ്ദേഹം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ്. ഇത് പാസ്റ്റർ ജെയ്സൺ, അദ്ദേഹം പാമ്പാടി സ്വദേശിയാണ്. അദ്ദേഹം ഒരു മിഷണറിയാണ്. നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇത് കെസ്റ്റർ, അദ്ദേഹം കറുകച്ചാൽ സ്വദേശിയാണ്. ഇത് കർത്താവ് ബൈജു, അദ്ദേഹം ഞങ്ങളുടെ മിഷൻ്റെ ഭാരതത്തിലെ കോർഡിനേറ്ററാണ്. മിഷൻ്റെ വർക്കുകൾക്ക് വേണ്ടിയെല്ലാം അദ്ദേഹം ചുക്കാൻ പിടിക്കുന്നു. ഇത് ഞങ്ങളുടെ പ്രിയമകൻ അലൻ. കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ബന്ധമായിട്ട്, പക്ഷേ ദീർഘവർഷങ്ങൾ ഒരു ബന്ധം പോലെ ദൈവാത്മാവ് ഞങ്ങളെ കൂട്ടിച്ചേർത്തു. ആ മകൻ ഞങ്ങളോടൊപ്പമുണ്ട്. ഇത് ഞങ്ങളുടെ പ്രിയമകൻ ജെനിൻ, ഇദ്ദേഹം പാമ്പാടി സ്വദേശിയാണ്. കർത്താവിൻ്റെ ദാസൻ ഷൈജു ഞങ്ങളുടെ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തനാണ്. ഞങ്ങളോട് ചേർന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ വിവിധ ഇടങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ പ്രിയ മകനെ കർത്താവ് സഹായിക്കുന്നു. ഇത് ബ്രദർ ബിൻസൺ, ഇദ്ദേഹം പാമ്പാടിക്കാരനാണ്. ബിൻസൺ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് ലീഡറാണ്. കർത്താവിൻ്റെ വേല ചെയ്യുന്ന മകനാണ്. ഇത് മാത്രമല്ല, ഇനിയും കുറേ യങ്സ്റ്റേഴ്സ് കൂടി ഞങ്ങളോടൊപ്പം വരാനുണ്ട്. അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഇവിടെ വന്നവരെല്ലാം നിയോഗത്തോടു കൂടി മാത്രം വന്നവരാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഈ യാത്ര ഞങ്ങളുടെ വ്യക്തിപരമാകുന്ന ലൈഫിൽ, ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ഒരു അനുഗ്രഹമാകുമെന്ന് 100% ഞങ്ങൾ ഉറപ്പിക്കുന്നു. കാരണം ഞങ്ങൾ നിൽക്കുന്നത് ഒരു മിഷൻ ഫീൽഡിലാണ്. അതിനെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇനിയുള്ള കാലങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലെ വേലയുടെ ഒരു റീസ്റ്റാർട്ടിങ്ങിനോട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. 2025 കർത്താവിൻ്റെ വരവിന് താമസമുണ്ടെങ്കിൽ ആ അടുത്ത വർഷം ആരംഭം മുതൽ തമിഴ്നാട്ടിലെ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് ദൈവം ചില പുതിയ കാര്യങ്ങൾ ചെയ്യുമെന്നും ഞങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കുകയാണ്. ചില പുതിയ വേലക്കാരെ കൂടി, വിശ്വസ്തന്മാരായ പുതിയ വേലക്കാരെ, പുതിയ വേലസ്ഥലങ്ങളെ ദൈവം തരുമെന്നും ഞങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കുന്നു. കാരണം ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. നമ്മുടെ യേശു ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെപ്പോലെ ആരാധ്യൻ വേറെ ആരുമില്ല. ഞങ്ങളെ കാണുന്ന എല്ലാവരെയും ഈ മിഷൻ ഫീൽഡിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ വേലക്കാരാകുക. ഭാരതത്തെ നമുക്ക് ഒരുമിച്ച് നേടാം. അന്തികാല ഉണർവിന് ഇനി താമസമില്ല. ഒരുമിച്ച് പോരാടാം. ബോലോ പ്രഭു യേശു മസീഹ് കീ ജയ്.